WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. വിശദാംശങ്ങളിലേക്ക് പോകാം. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒറ്റയും തിരിഞ്ഞുള്ള അഭിപ്രായങ്ങൾ അവർ നടത്തിയിരുന്നു, തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു, നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ സംഘടനയുടെ തീരുമാനം, നിലപാട്, അതല്ലെങ്കിൽ എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നതിലുള്ള ചോദ്യങ്ങൾ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത്? എന്ത് വിവരങ്ങൾ അവർ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയും? വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമല്ല, പുറത്തു വന്ന ഒട്ടനവധി നിലപാടുകളുണ്ട്, ചില പരാമർശങ്ങളുണ്ട്, വെളിപ്പെടുത്തലുകളുണ്ട്, പരാതികളുണ്ട്, കേസുകളുണ്ട്. രശ്മി, എന്തൊക്കെ കാര്യങ്ങൾ WCC മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ആവശ്യപ്പെടും? നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും WCC അംഗങ്ങളുമായിട്ടാണ് കൂടിക്കാഴ്ച. അല്പസമയം മുൻപാണ് ഈ അംഗങ്ങൾ, അതായത് രേവതി, റിമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള സംഘമാണ്, WCC അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങി ഇവരുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ശക്തമാക്കണം എന്നുള്ളതാണ്. അതായത് നിയമ നടപടികൾ ശക്തമാക്കണം. നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർന്നുള്ള നിയമപരമായിട്ടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകരുത്. അത്തരത്തിലുള്ള നടപടികളുമായി വേഗത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമായിരിക്കും WCC മുന്നോട്ട് വയ്ക്കുക. നമുക്കറിയാം, 4 വർഷം മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതാണ്. സർക്കാർ ഇത് വർഷങ്ങളോളം പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, അതും വിവരാവകാശ കമ്മീഷൻ പറയാത്ത ഭാഗങ്ങൾ പോലും സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കിയതിനു ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രമുഖരായ പലരെയും സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള നിയമ നടപടികളിൽ ഒരു കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യമായിരിക്കും WCC അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വീണ, അതേസമയം സിനിമാ നയം രൂപീകരണത്തിനുള്ള കോൺക്ലേവുകൾ നടക്കാനിരിക്കുന്നു. രശ്മി, ഈ വിഷയത്തിൽ സംഘടനകളെ കണ്ട് തീരുമാനങ്ങൾ എടുക്കുക, അതിനൊരു കമ്മിറ്റിയെ നിയോഗിക്കുക, അത് എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, അല്ലെങ്കിൽ WCCയുടെ നിലപാട്, ഈ വിഷയം കൂടി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അവതരിപ്പിക്കുന്നുണ്ടോ അംഗങ്ങൾ? ഈ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം, അതായത് തുടർ നടപടികൾ വൈകിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ്. അതായത് വളരെ വേഗം നിയമ നടപടികൾ വൈകിപ്പിക്കാതെ മുന്നോട്ട് പോകണം. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ WCC അംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു കാര്യം. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റിയിലെ അതീവ ഗുരുതര കണ്ടെത്തലുകളെ രഹസ്യമാക്കാനായി നിയമത്തെ വളച്ചൊടിച്ച് സർക്കാർ തീർത്ത പ്രതിരോധ കോട്ടയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അത് പൊളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായി സർക്കാർ മൂടിവെച്ച വിവരങ്ങളെല്ലാം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ പരിധിയിൽ നടക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് WCC അംഗങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇപ്പോൾ നിലവിൽ നിയമ നടപടികളിൽ കാലതാമസം ഉണ്ടാകരുതെന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയോട് അറിയിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കൂടിക്കാഴ്ച അവസാനിച്ചതിന് ശേഷം WCC അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രശ്മി, ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരാനുള്ളത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നു. അത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു കമ്മിറ്റിയായിരുന്നു. അവർ അവരുടെ കണ്ടെത്തലുകൾ നൽകുന്നു. ആ കണ്ടെത്തലുകളിന്മേൽ എന്ത് നടപടികൾ സിനിമാ മേഖലയിലെ ഈ പ്രശ്നങ്ങളിൽ സ്വീകരിക്കണം എന്നുള്ളതാണല്ലോ സർക്കാർ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി സംബന്ധിച്ച ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മറ്റു ചില വെളിപ്പെടുത്തലുകളുണ്ടായി, അതിന്മേൽ ചില കേസുകളും ഉണ്ടായി. ഹേമ കമ്മിറ്റിയല്ല, നേരത്തെ പുറത്തു വന്ന ചില വെളിപ്പെടുത്തലുകളിന്മേലുള്ള കേസുകളും പരാതികളുമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ WCC ഈ 2 വിഷയങ്ങളും പരിഗണിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. അതായത് ഹേമ കമ്മിറ്റിയിലെ കണ്ടെത്തലുകൾ, അതിൽ
ഒരുപക്ഷെ ഈ പുറത്തു വന്ന പരാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വേതനം സംബന്ധിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചും ലഹരി ഉപയോഗം സംബന്ധിച്ചുമൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിന്മേലുള്ള റിപ്പോർട്ടിന് ഒപ്പം തന്നെ ഒരുപക്ഷെ അത് സിനിമാ നയവുമായി ചേർന്ന് നിൽക്കുന്നതാകണം. അതിനൊപ്പം തന്നെ ഈ വന്ന പരാതികൾ, ഇനിയും ഉന്നയിക്കാനിരിക്കുന്ന പരാതികൾ, ഇവർ തന്നെ ചില അംഗങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി, പലരും ഇനിയും പരാതികൾ നൽകും എന്ന കാര്യം. അക്കാര്യങ്ങളൊക്കെയും വ്യത്യസ്തമായി തന്നെ അറിയിക്കാൻ അവർ തയ്യാറെടുത്തിട്ടുണ്ടോ? അവർ സാധാരണഗതിയിൽ WCC പ്രതികരിക്കാറ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെയാണ്. ഈ കാര്യങ്ങളിൽ അവർ അത് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? വരുത്തിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അവർ അറിയിച്ചിരിക്കുന്നത് ഈ നിയമ നടപടി വശങ്ങൾ തന്നെയാകും. നമുക്കറിയാം, നിരവധി പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തന്നെ നിരവധി പേർ പല പ്രമുഖർക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ മുകേഷ് MLA ഉൾപ്പെടെയുള്ളവരെ പല ഘട്ടങ്ങളിലും, അത് ഏറ്റവും ഒടുവിൽ വരെയും സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പല ഖണ്ഡികകളിലും ഏറ്റവും പ്രമുഖരായവരുടെ പേരുകൾ ഉൾപ്പെടെ ഈ ഖണ്ഡികകളിലുണ്ട്. ഇതൊക്കെ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ആ ഖണ്ഡികകളെല്ലാം ഒഴിവാക്കിയാണ് അത് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ള ഒരു വിമർശനം അത് നിലവിൽ തന്നെ അത്തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ WCC ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ നിയമ നടപടികളിലടക്കം ഗുരുതരമായിട്ടൊരു കാലതാമസം അല്ലെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതിരിക്കുക, അതിലൊരു മെല്ലെപ്പോക്ക് സമീപനമൊക്കെ തന്നെ ഉണ്ടാകും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചത്. ഈ ലൈംഗിക ചൂഷണം അല്ലാതെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിലൊക്കെ തന്നെ സാംസ്കാരിക മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം സിനിമാ സെറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇനിയും നിരവധി പേർ ഈ പല വെളിപ്പെടുത്തലുകളുമായി പരാതി നൽകുന്നതിന് വേണ്ടി, അതായത് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുന്നതിനായി രംഗത്തേക്ക് വരും. ഇപ്പോൾ നിലവിൽ നൽകിയ പരാതികൾ, അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ഒരു കണ്ടെത്തലുകളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് WCCയുടെ ആവശ്യം. ഏതായാലും രേവതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച തുടരുകയാണ്. അവർ മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നുള്ളത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ശരി രശ്മി, നോക്കാം. നമുക്ക് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും.